സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമാണ് NR മധു, അതായത് RSS മുഖപത്രമായ കേസരിയുടെ മുഖ്യ പത്രാധിപൻ NR മധു എന്ന് പറയുന്ന ഒരു കിളവൻ. നാളമുണ്ടോടാ കളവാ നിനക്ക് ഈ പരിപാടിയുടെ മുന്നിലേക്ക് ഇറങ്ങാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഇത് തന്നെയാണ് പറയുന്നത്. ജാതി വർണ്ണ വിവേചനത്തിനെതിരെ നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിട്ടുള്ള വേടനെതിരെ ജാതി പറഞ്ഞുകൊണ്ട് മത തീവ്രത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദികളായിട്ടുള്ള RSS എന്ന് പറയുന്ന വർഗീയവാദികളുടെ അവന്മാരുടെ അറ്റം പിടിച്ച് നടക്കുന്നവനാണ് ഈ പറയുന്ന NR മധു. ഈ പ്രായത്തിലുള്ളവനെ ഇത് പറയാനായിട്ട് എനിക്ക് വിഷമമുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. കാരണം RSS എന്ന് പറയുന്ന വർഗീയവാദികളുടെ ഒരു കൂട്ടമാണെന്ന് ഞാൻ എപ്പോഴും പറയും. അതിപ്പോഴും ഞാൻ വീണ്ടും പറയാണ്. NR മധു അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുത്തനായിട്ട് അവൻ വന്നിട്ട് പറഞ്ഞൊരു പ്രസ്താവനയാണ്, വേടൻ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ജാതി പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. വേടൻ എവിടെയാടാ ജാതി പറഞ്ഞിട്ടുള്ളത്? നിനക്കൊക്കെ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും എല്ലാം കൂടുതലായിരിക്കും, പക്ഷെ വിവരം എന്ന് പറയുന്ന സാധനം നിനക്കില്ല. നീ വന്ന് പറഞ്ഞത് വേടൻ ഇങ്ങനെ പറയുന്നു, വേടൻ അങ്ങനെ പറയുന്നു, വേടൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ആ വേടൻ അനുഭവിച്ച കാര്യത്തെ പറ്റി അല്ലാതെ പിന്നെ വേടൻ എന്തിനെ പറ്റി പറയണം? നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന അല്ലെങ്കിൽ പലരും അനുഭവിക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരും മുന്നോക്കം നിൽക്കുന്നവരും എല്ലാ തരത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന വർണ്ണ വിവേചനങ്ങൾക്കെതിരെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി ആ 29 വയസ്സുകാരൻ നിൽക്കുന്നത്. ആ 29 വയസ്സുകാരനെ വന്നിട്ട് 69-50 വയസ്സുള്ള നീ വന്ന് വിമർശിക്കുമ്പോൾ നിന്റെ നില എന്താണെന്ന് നീ അന്വേഷിക്കണം, അല്ലെങ്കിൽ നിന്റെ നില എന്താണെന്ന് നീ ഒന്ന് അറിയണം. പത്രത്തിന്റെ മുഖ്യ പത്രാധിപനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിവരം എന്ന് പറയുന്ന സാധനം വേണം, അറിവും വിവരവും വിവേകവും വേണം. അതില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. വേടനെ വന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് ഫേമസ് ആവാൻ നോക്കിയത്, പക്ഷെ വലയിലായിപ്പോയി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം NR മധു പറഞ്ഞത് വിഘടനവാദിയാണ് വേടൻ എന്നാണ്. വേടൻ അതിന്റെ മറുപടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കോമഡി അല്ലേ, അവരെന്തും പറഞ്ഞിട്ട് എനിക്കൊരു കോപ്പുമില്ല എന്നുള്ള രീതിയിൽ തന്നെ വേടൻ പറയുന്നത്. കോപ്പുമില്ലെന്ന് വേടൻ പറഞ്ഞില്ല, എനിക്കൊന്നുമില്ല, ചേട്ടൻ അറിയില്ല, അല്ലെ ചേച്ചിക്ക് അറിയില്ല, ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, പണ്ടുതൊട്ടേ ഞാൻ അനുഭവിക്കുന്ന ഇതാണ്, എനിക്കതിൽ വിഷമമൊന്നുമില്ല, അത് അനുഭവിച്ചാൽ പറ്റൂ, കാരണം ഞാൻ ആ ഒരു സമുദായത്തിൽ നിന്ന് വന്നവനാണ് എന്ന് പറയുന്ന വേടൻ, ആ വേടന്റെ ഓരോ കവിതകളിലും വേടൻ പറഞ്ഞ് മുന്നിലേക്ക് വെക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവിടെയാണ് ഈ RSSന്റെ മുഖ്യ പത്രാധിപൻ വന്നിട്ട് പറയുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വിഘടനവാദിയാണ്, വേടൻ എന്ന് പറയുന്ന വ്യക്തി ജാതി പറഞ്ഞുകൊണ്ട് അവഹേളിക്കുന്നു, അല്ലെങ്കിൽ ജാതിയെ അവഹേളിച്ചുകൊണ്ട് മുന്നിലേക്ക് നിൽക്കുന്നു എന്ന്. വേടനെ ഒരിടത്തും ജാതി അവഹേളിച്ചുകൊണ്ടല്ല, വേടനെ ഒരിടത്തും ജാതി പറഞ്ഞുകൊണ്ട് ഭിന്നത വരുത്താനോ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്നും പലരും അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് പലർക്കും അറിയാം. എൻ്റെ ഈ വീഡിയോ കാണുന്ന പലരും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നിലേക്ക് നിൽക്കുന്നത്. വേടന്റെ പേരിൽ തന്നെയുണ്ട് വേടൻ വിത്ത് വേഡ്. ആ വേടന് പറയാനുള്ള വാക്കുകളാണ് വേടൻ അവിടെ പറയുന്നത്. വേടൻ എന്ന പേരിനെ ചുറ്റിപ്പറ്റി കുറെ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകുമാരൊക്കെ പിന്നെ കണ്ട വഴി ഓടി. എന്നാലും NR മധു, എന്നാലും നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കൊച്ചുമക്കളുമായിട്ട് വീട്ടിലൊക്കെ കളിച്ചിരിക്കേണ്ട സമയത്തെ ഈ 29 വയസ്സുള്ള വേടൻ എന്ന് പറയുന്ന പാവം പയ്യനെ വന്ന് എന്തെങ്കിലും പറയാൻ വന്നിട്ട് അവസാനം അടിച്ചിങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും? നീ നിനക്കെതിരെ കേസ് എടുത്തല്ലോ മോനെ, കഷ്ടമായി പോയി കേട്ടോടാ. നിന്റെ RSSകാരെ നിന്നെ രക്ഷിക്കുമായിരിക്കും, അത് വേറെ കാര്യം. എന്നാലും കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു, മര്യാദയ്ക്ക് കൊച്ചുമക്കളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ച് പോകേണ്ടടുത്ത് വെറുതെ നാട്ടുകാരുടെ വായിന്ന് നിന്റെ തന്തയ്ക്കും നിന്റെ തന്തയുടെ തന്തയ്ക്കും മുൻ തലമുറയിലുള്ള ആളുകൾക്ക് വരെ കേട്ടല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതായത് NR മധുവിനെതിരെ കേസെന്ന് പറഞ്ഞിട്ട് നമ്മുടെ 24 ന്യൂസിൽ വന്നതാണ്, അത് കണ്ടുപോകാം. റാപ്പർ വേടനെതിരായ വിവാദ പ്രസംഗത്തിൽ RSS മുഖപത്രമായ കേസരിയുടെ മുഖ്യ പത്രാധിപർ NR മധുവിനെതിരെ കേസ്. കലാപോഹനത്തിന് ശ്രമിച്ചുവെന്ന് FIR. DYFIയുടെ പരാതിയിലാണ് നടപടി. അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. അരുൺ, അടിസ്ഥാന വർഗത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിയ വേടന്റെ വരികളെ ജാതി ഭീകരവാദം എന്ന ഒരു ടൈറ്റിൽ നൽകിയാണ് വിദ്വേഷ പരാമർശം നടത്തിയത്. എന്തൊക്കെ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ മധുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്? സുഹേൽ, കഴിഞ്ഞ ദിവസം കിഴക്കേക്കല്ലട ക്ഷേത്രത്തിൽ നടത്തിയ പൊതുപരിപാടിക്കിടയിലാണ് റാപ്പർ വേടനെതിരെ വിദ്വേഷ പരാമർശം കേസരിയുടെ മുഖ്യ പത്രാധിപനായ NR മധു നടത്തിയത്. ഈ NR മധുവിന്റെ പ്രസ്താവന അത് വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ചകൾക്കടക്കം വഴിവെക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് NR മധുവിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPMന്റെ കിഴക്കേക്കല്ലട ലോക്കൽ സെക്രട്ടറി വേലായുധൻ നായർ പോലീസിനെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കിഴക്കേക്കല്ലട പോലീസ് കലാപ ആഹ്വാനത്തിന് NR മധുവിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിത 192 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പോലീസിന് ലഭിച്ച പരാതിയിൽ പറയുന്നത് റാപ്പർ വേടനെ ജാതിപരമായ രീതിയിലടക്കം വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന ഘട്ടത്തിലുണ്ട്. ഇതിൽ അടക്കം കേസെടുക്കണമെന്നായിരുന്നു. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ വീഡിയോ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് കലാപാഹ്വാനത്തിന് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഷവർമ്മയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയടക്കം വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചകൾക്കും ഇട നൽകുന്നുണ്ട്. ഷവർമ്മയ്ക്ക് വരെ ഒരു ഡെഫിനിഷൻ കൊടുത്ത മഹാപണ്ഡിതനാ, 10 തലയാ അവന്, രാവണൻ തനി രാവണൻ. പക്ഷെ ആ രാവണൻ ദേ ഇപ്പോൾ വാലും ചൂരിട്ട് പെരയ്ക്കാത്തിരിക്കുകയാണ് പേടിച്ചിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വല്ല കാര്യം ഉണ്ടായിരുന്നോ മധു നിനക്ക്? എൻ്റെ പൊന്നു മധുവണ്ണ, ആ കൊച്ചുമക്കളോടൊക്കെ അടിച്ചു പൊളിച്ചെങ്കിൽ ഇരുന്നാൽ പോരായിരുന്നു. പിന്നെ വേറൊരു കാര്യം, കേസ് എടുത്തു എന്നുള്ളത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആ കേസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ അത് വേണ്ടെന്ന് പറഞ്ഞേക്കാം, പക്ഷേ അത് വേടനോടുള്ള ചോദ്യമല്ല, നമ്മുടെ സമൂഹത്തിനോടുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെതിരെയാണ് അവൻ സംസാരിച്ചത്. നമ്മുടെ സമൂഹത്തിലുള്ള പലതരത്തിലുള്ള ആളുകളുണ്ട്, അവരുടെ ജാതിയാണ് അവൻ ചോദ്യം ചെയ്തത്. ആ ജാതി വർണ്ണ വിവേചനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടിക്കാർ തന്നെയാണ് RSS എന്നുള്ളത് RSSന്റെ മുഖ്യ പത്രാധിപം എന്ന് പറയുമ്പോഴും നമുക്ക് വീണ്ടും വ്യക്തമാവുകയാണ്. ഒരു കാരണവശാലും ഒരു കാലത്തും കേരളത്തിലെ യുവമാർക്ക് ഒരു സ്ഥാനം കൊടുക്കരുത് എന്നുള്ള ഒരു
കാര്യം കൂടി ഞാനിവിടെ പറയണം. കാരണം നമുക്ക് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അറിയാം. സുരേഷ് ഗോപി പറയുന്നത് ഞാൻ ഉന്നത കുലജാതനാണ്, ഞാൻ ഭരിച്ചാലേ ഇവിടെയുള്ള എല്ലാവർക്കും ഉന്നതി ഉണ്ടാവൂ, എന്നെ ആക്കൂ മോദിജി, ഞാൻ പലപ്പോഴും പറയും. എന്ത് ഉന്നത കുലജാതന അല്ലേ? ഉന്നത കുലജാതന അത്ര. എടാ മരിച്ചു കഴിയുമ്പോൾ ആരുടെയും മണ്ണിൽ പോയി പുഴുവും പാറ്റയൊക്കെ തിന്ന് ജീവിക്കാനുള്ളതാണ് നീയൊക്കെ. ചത്തു കഴിഞ്ഞാൽ മറ്റൊന്നിന് വളമാവും, പക്ഷെ നീയൊക്കെ ചത്തു കഴിഞ്ഞാൽ വളമാവും എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നിൻ്റെയൊക്കെ മനസ്സിൽ അത്രയും വിഷമുണ്ട്. ആ മണ്ണ് പോലും വിഷം കലരുമെന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. അതിനുശേഷം ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ട്, വട്ടിയൂർക്കാവിൽ എന്താണ് ഇവൻ്റെ പേര്, അജിത്തോ അങ്ങനെ എന്താണ് ഇവൻ്റെ പേര്. അവൻ പറയാണ് വേടൻ എനിക്കറിയില്ല, ആദിവാസിയല്ലേ? ആദിവാസി നിന്റെ തന്ത. വീണ്ടും ആദിവാസി എന്ന് പറയണേ നിന്റെ തന്തയുടെ 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 തന്ത. നാണം ഉണ്ടോടെ നിനക്ക് വന്നിട്ട് ഒരാളെ ആദിവാസി എന്ന് പറഞ്ഞാൽ അവഹേളിക്കാൻ? നീ ആരാണ്? ഒരു മനുഷ്യനാണ് വേടൻ. അല്ലെങ്കിൽ ആദിവാസി എന്ന് പറയുന്നവരെന്താ മനുഷ്യരല്ലേ? എല്ലാം മനുഷ്യൻ എന്ന് പറയുന്നത് പരിണാമം സംഭവിച്ച് ഈ രീതിയിൽ എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആദിവാസികളും കുരങ്ങന്മാരും ഒക്കെ ആയിരുന്നു. എന്നിട്ട് നീ മറ്റുള്ളവരെ കാണുമ്പോൾ പറയാണ് അവൻ ആദിവാസിയല്ലേ, മറ്റേ പാട്ടൊക്കെ പാടുന്നേ, ഓക്കെ എന്ന്. ഞാൻ ആ വീഡിയോ അതിൽ നിന്ന് പ്ലേ ചെയ്യാം. വേടനോ? പാട്ട് അത് വേടനല്ലേ? അത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമല്ലേ? അതല്ലേ ആദിവാസികളുടെ കാര്യമല്ലേ പറയാ? അതാണോ വേടൻ? എനിക്ക് മനസ്സിലായില്ല ആളുടെ. അടുത്തത് പറയും. അവരുടെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗം ആദിവാസികളുടെ കൾച്ചർ അല്ലേ, അപ്പൊ അങ്ങനെ വരൂ എന്നുള്ളത്. എടാ നിന്നേക്കാൾ അഴകൊണ്ടാ വേടനെ കാണാൻ. നിന്റെ മുഖം ഒരുമാതിരി അണ്ണാൻ ചപ്പി പോലത്തെ മുഖം വെച്ചോണ്ടാണ് നീ ഇരുന്ന് ഈ ഡയലോഗ് അടിക്കുന്നത് വേടനെ പറ്റി. നാണം ഉണ്ടോടാ നിനക്ക്? ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഒരു മെമ്പർ ആണെന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ക്രിയേറ്റർ ആണെന്നാണ് പറയുന്നത്. ഇവനെയൊക്കെ വെച്ചുകൊണ്ട് എന്തിനാണ് ഈ ഒരു മെൻസ് അസോസിയേഷന് തന്നെ നാണക്കേട് ഉണ്ടാക്കാനായിട്ടൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ബോച്ചയുടെ വിഷയം വന്നപ്പോൾ ഓടിച്ചെന്ന് ബോച്ചയുടെ പോയി തോളത്തും കൈയിട്ട് ബോച്ചയുടെ അവിടെ താങ്ങിക്കൊണ്ടൊക്കെ ഇവൻ നടക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ച നല്ല പരിപാടിയാണെന്നാ. പക്ഷേ വേടന്റെ വിഷയം വന്നപ്പോൾ ഇവന് പറയാനുള്ള രണ്ട് കാര്യം. ഒന്ന്, വേടൻ ആദിവാസിയാണ്. വേടൻ ആദിവാസി എന്ന് പറയുന്നത് മനുഷ്യനല്ലേ? അതിൽ താഴ്ന്ന ആളുകളോ അല്ലെ ഉയർന്ന ആളുകളോ ഒന്നും ഇവിടില്ല. വെള്ളപ്പൊക്കം വന്നപ്പോൾ എന്തായിരുന്നു? ആരെങ്കിലും രക്ഷിച്ചാൽ മതിയായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ വന്നിരുന്ന അഹങ്കാരം പറയുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി ആദിവാസിയല്ല, അവരുടെ കൾച്ചറാണെന്ന്. അവന് നിന്നേക്കാളും കൾച്ചർ ഉണ്ടാ അജിത്തെ. നിനക്കില്ലാത്ത വിവരം വേടനുണ്ട്. വേടൻ പറയുന്ന ഒരു വാക്ക് പറയാൻ നിന്നോട് സാധിക്കുമോ? വേടൻ എഴുതുന്ന ഒരു കവിത നിന്നോട് എഴുതാൻ സാധിക്കുമോ? നിനക്ക് ഈ ആസനം താങ്ങി നടക്കാനല്ലേ പറ്റുള്ളൂ മറ്റുള്ളവരുടെ. ബോബി ചമ്മണ്ണൂരിൻ്റെയൊക്കെ ആസനം താങ്ങും. കാരണം ബോബി ചമ്മണ്ണൂർ കാശുണ്ട്, അത് വല്ലതും കിട്ടുമെന്നുള്ളത് കൊണ്ട് അവനെ നക്കി നടക്കും. വേടൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനോ വേടൻ എന്ന് പറയുന്ന വ്യക്തി പാടുന്ന പോലെ പാടാനോ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശങ്ങളോ നിനക്കില്ല. നിനക്കത് പറയാനും വഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫേമസ് ആവാം. വേടനെ പറഞ്ഞ ഫേമസ് ആവാന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന നമ്മുടെ NR മധു. അതിനുശേഷം ഇപ്പോൾ അജിത് കുമാറും. ഇവന്മാർക്കെതിരെ നല്ല രീതിയിൽ തന്നെ ആക്ഷൻ എടുക്കണം. ആദിവാസി അല്ലേ എന്ന് പറയാൻ നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? നിന്റെ തള്ളയും തന്തയും ആരെങ്കിലും പറഞ്ഞാൽ നീ ഇത് കേട്ടോണ്ടിരിക്കുവോ? ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മനസ്സാണ് എല്ലാ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടം. ആ മനസ്സ് തന്നെ നമ്മൾ പലതവണയും കണ്ടാണ്. ഇത്രയും കുഷ്ഠമുള്ള മനസ്സുള്ള ആളുകളൊക്കെയാണ് കേരളത്തിലെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന വർണ്ണവിവേചനങ്ങൾ മാറ്റാനായിട്ട് സംസാരിക്കുന്നത്. ഒരു ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാണ് ഇവൻ. അവനാണ് വന്നിരുന്ന് പറയുന്നത് വേടൻ ആദിവാസിയാണ്, അവരുടെ കൾച്ചറാണ്, അതുകൊണ്ട് അവരങ്ങനെ ചെയ്യൂന്ന്. നാണമില്ലാത്ത വർഗം. ഈ പറയുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷനൊക്കെ അടിച്ചു പൂട്ടണം. എന്തിനാണ് ഈ ഒരു സാധനം? ഇനി പെണ്ണുങ്ങൾ ഈ പറയുന്ന കേസ് കൊടുക്കുമ്പോൾ അവർക്കെതിരെ സംസാരിക്കാൻ അസോസിയേഷൻ, അതിനെതിരെ നമുക്ക് പോലീസും നിയമ സംവിധാനവും പോരെ? ഇങ്ങനത്തെ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നായിൻ്റെ മക്കളുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സംഘടന എന്തിനാണ് മനുഷ്യന്? എന്തിനാണ് ആണുങ്ങൾക്ക്? ആണത്തമ്മയോട് ഒറ്റ തന്തയ്ക്ക് ജനിക്കണം. അല്ലെങ്കിൽ ഈ പരിപാടിയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നിൽക്കരുത് എൻ്റെ പൊന്നജിത്തെ, നാണമില്ലാത്തവനെ. എന്തായാലും ഈ അജിത്തിനെതിരെയും കേസ് ഉണ്ടാവട്ടെ. ഈ പറയുന്ന NR മധുവിന് കിട്ടിയ പണി പോലെ തന്നെ അജിത്തിനും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന വർണ്ണ വിവേചനത്തിനെതിരെ നമ്മുടെ വേടൻ മുന്നിലേക്ക് നിൽക്കുന്ന പോലെ എല്ലാ ആളുകളും പ്രതികരിക്കണം. പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ തന്തയില്ലായ്മ ഇനി ആവർത്തിക്കും. ഇതിനി ഇവിടെ ആവർത്തിച്ചുകൂടാ. നമ്മുടെ നാട്ടിൽ ഇത് പാടില്ല. അതിന് നമ്മളൊരു റെഡ് സിഗ്നൽ കൊടുത്തവന്മാരെ വിടണം. ആ റെഡ് സിഗ്നലിന്റെ ഭാഗമായിട്ട് തന്നെ NR മധുവിനെതിരെ കേസെടുത്തു. ആ കേസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന സംഘടനകൾ തന്നെ മുന്നിലേക്ക് വരണം. മനുഷ്യന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന സംഘടനകൾ തന്നെ മുന്നിലേക്ക് വരണം. ഈ പറയുന്ന തന്തയില്ലായ്മകൾ കാണിക്കുന്നവർക്കെതിരെ തക്കതായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണം, ആക്ഷൻ എടുക്കുകയും വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.